കർണാടകയിലെ ബെൽത്തങ്ങാടിയിൽ കോറിയിൽ ഷെയർ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തെന്ന പരാതിയിൽ PV അൻവർ MLA ED ഇന്നും ചോദ്യം ചെയ്യും. 50 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. വിവരങ്ങളുമായി ഇപ്പോൾ അശ്വതി ചേരുന്നു. അശ്വതി, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നും ചോദ്യം ചെയ്തേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇന്നലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ആ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. അതുപോലെ തന്നെ ഈ കോറി ഉടമയുടെയും അതുപോലെ തന്നെ ഇത് വാങ്ങുന്നതിന് വേണ്ടി ഷെയർ വാങ്ങുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ മുടക്കിയ സലീമിന്റെ മൊഴിയും നേരത്തെ തന്നെ ED എടുത്തിരുന്നു. ഈ മൊഴികളുമായി ഒത്തുനോക്കിയതിന് ശേഷം ആയിരിക്കും ഇന്ന് PV അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യുക. അത്തരത്തിലാണ് ED വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ വളരെ ക്ഷുഭിതരായിട്ടാണ് PV അൻവർ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. ക്ഷമിക്കണം. ED ഓഫീസിൽ നിന്ന് ഇദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം മാധ്യമപ്രവർത്തകർ എന്തിനാണ് താങ്കളെ വിളിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു എന്നൊക്കെ വളരെ ക്ഷുഭിതനായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. കള്ളപ്പണ ഇടപാട് കേസിൽ PV അൻവറിനെ വീണ്ടും അതുകൊണ്ട് ഇന്ന് ചോദ്യം ചെയ്യും. പരാതിക്കാരനായ സലീം, കോറി ഉടമയായ ഇബ്രാഹിം എന്നിവരുടെ മൊഴികളാണ് നേരത്തെ എടുത്തത്. ഈ മൊഴികളാണ് പരിശോധിക്കേണ്ടത്. ഈ വിഷയം 2011 മുതൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ കർണാടകയിലെ കോറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഈ കേസ് നേരത്തെ തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തിയിരുന്നത്. അന്ന് കോടതിയും സമാനമായ രീതിയിലായിരുന്നു ഈ കോറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു നിഗമനത്തിലെത്തിയിരുന്നത്. എന്നാൽ ഇതിലെ പണമിടപാട് ആ കേസ് വന്നപ്പോഴാണ്, പണമിടപാട് സംബന്ധിച്ച കാര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോൾ സലീം, മലപ്പുറം സ്വദേശി പ്രവാസി എഞ്ചിനീയറുമായ സലീം EDയെ സമീപിച്ചത്. അപ്പോൾ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസിന് സാധ്യതയുണ്ട് എന്ന് ED കണ്ടെത്തുകയും അങ്ങനെയാണ് ഇപ്പോൾ PV അൻവറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യലിനും മറ്റും വിളിപ്പിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപയാണ് സലീം എന്നയാൾ ഇതിന്റെ ഓഹരി വാങ്ങുന്നതിന് വേണ്ടി PV അൻവറിന് നൽകിയത്. അതിൽ 10 ലക്ഷം രൂപ ബാങ്ക് വഴിയും 40 ലക്ഷം രൂപ പണമായിട്ടുമാണ് നൽകിയത്. അതിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ EDയുടെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ED അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണമാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്വാറി എന്ന് പറയുന്നത് 2011 PV അൻവറിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണെന്ന് കാണിച്ചാണ് തന്നിൽ നിന്ന് ഓഹരി പണം ഈടാക്കിയത് എന്നാണ് സലീം വ്യക്തമാക്കുന്നത്. 10% ലാഭമാണ് അദ്ദേഹത്തിനോട് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ഇത് PV അൻവറിന്റെ ഉടമസ്ഥതയിൽ അല്ലായിരുന്നു എന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലായതെന്നും സലീം EDക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കൊച്ചി യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസിന്റെ വിശദമായ അന്വേഷണം അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകും. ക്രൈംബ്രാഞ്ച് ബെൽത്തങ്ങാടിയിൽ കോറിയിൽ ഷെയർ വാഗ്ദാനം ചെയ്ത പണം തട്ടിയെടുത്തെന്ന പരാതിയിൽ PV അൻവർ MLA ED ഇന്നും ചോദ്യം ചെയ്യും. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്തതിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്നും ചോദ്യം ചെയ്യും. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.